ഹായ് നമസ്കാരം. ഏവർക്കും എയ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് PSC പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഭാഗമാണ് മുൻവർഷ ചോദ്യങ്ങൾ. പ്രീവിയസ് ആയിട്ട് ഏതൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്, അതിൻ്റെ ഘടനയും ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്, ഏതൊക്കെ ഭാഗത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഇത് വെച്ചുകൊണ്ടായിരിക്കണം ഏതൊരു PSC പഠിക്കുന്ന വ്യക്തിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഭാഗത്തിലൂടെ ജോഗ്രഫിയിൽ മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുകയാണ്. ഓക്കെ, മൈ നെയിം ഈസ് വിനയ്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം എന്നാണ് ഒരു ചോദ്യം ഉണ്ടായിരുന്നത്. ചോദ്യത്തിൻ്റെ ഓപ്ഷൻസ് ആയിട്ട് ഭുവൻ ഹസാരിക പാലം അല്ലെങ്കിൽ ഭൂപൻ ഹസാരിക പാലം, ഓക്കെ, ആ രീതിയിലൊരു പാലത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അടുത്തായിട്ട് അടൽ സേതു എന്നൊരു പാലത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മഹാത്മാഗാന്ധി പാലം എന്ന രീതിയിലൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വിക്രമശില സേതു, ഓക്കെ, ഇങ്ങനെ 4 സേതു എന്ന് പറഞ്ഞ പാലം, ഓക്കെ, ആ രീതിയിൽ 4 ഓപ്ഷൻസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണെന്ന് പരിശോധിക്കാം നമുക്ക്. ഓക്കെ, ഇതിൻ്റെ ആൻസേഴ്സ് പരിശോധിക്കുന്ന സമയത്ത് ആദ്യം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇതിൻ്റെ അത് 2 ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുക, അല്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാകുന്ന പ്രത്യേകതകൾ. ഭുവൻ ഹസാരിക സേതുവും അതേപോലെ തന്നെ അടൽ സേതുവാണ് കേട്ട 2 പ്രധാനപ്പെട്ട പാലങ്ങൾ. മറ്റത് കേട്ടില്ല എന്നല്ല, മറ്റുള്ള പാലങ്ങൾക്ക് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 2ൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ നോക്കിയാൽ നിങ്ങൾ, ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ പാലം എന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഇന്ത്യയിലെ പാലങ്ങളിൽ നമ്മൾ 2 പാലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി വെക്കണം. ഒന്ന് ഭൂപൻ ഹസാരിക പാലം അല്ലെങ്കിൽ ഭുവൻ ഹസാരിക പാലം എന്നുള്ള രീതിയിൽ ഓപ്ഷനിൽ കണ്ടത്. ഓക്കെ, ആ ഭൂപൻ ഹസാരിക പാലത്തിൻ്റെ പ്രത്യേകത, അത് കടലിന് കുറുകെയല്ല, നദിക്ക് കുറുകെയാണ്. ഇവിടെ പരിചയപ്പെട്ട കാര്യം എന്താ, ഇത് കടലിന് കുറുകെയുള്ള പാലമല്ലേ പരിചയപ്പെടുന്നത്. ഓക്കെ, അതായത് നദിക്ക് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലം. ഇന്ത്യയിൽ ഒരു നദിക്ക് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലം ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഭൂപൻ ഹസാരിക പാലം. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞത്, കടൽപ്പാലമാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപ്പാലമാണിത്. ഓക്കെ, അതിൻ്റെ പേരാണ് എന്ത്, അതാണ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുള്ള മുംബൈയെ നവി മുംബൈയുമായി ബന്ധിപ്പിക്കുന്ന പാലം. ഓക്കെ, അതാണ് നവി മുംബൈ ബന്ധിപ്പിക്കുന്ന ആ പാലം. അതേപോലെ തന്നെ അതിൻ്റെ ലെങ്ത് 21.8 കിലോമീറ്റർ. അത് മൈലിലേക്ക് പറയുകയാണെങ്കിൽ 13.5 മൈൽ, 13.5 മൈൽ അല്ലെങ്കിൽ 21.8 കിലോമീറ്റർ. നെക്സ്റ്റ് അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കുക, ഗ്രേറ്റ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് പാലം എന്ന രീതിയിൽ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു പേരാണെന്ത്, ഗ്രേറ്റ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് പാലം എന്ന രീതിയിൽ. ഓക്കെ, അതല്ലാതെ മറ്റൊരു പേര് മനസ്സിലാക്കി വെക്കുക, അത് അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ ഔദ്യോഗിക നാമമായിട്ട് എന്ത് പേരുകൂടി മനസ്സിലാക്കി വെക്കുക, ശ്രീ അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ് ഹാർബർ ലിങ്ക് പാലം എന്ന രീതിയിലൂടെ മനസ്സിലാക്കി വെച്ചുള്ള, അതാണ് ഔദ്യോഗിക നാമമായിട്ട് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, മറ്റൊരു പേരും കൂടി ഉണ്ട് ഇതിൻ്റെ പേര്, അതാണ് ശിവരി നവശേവ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്ന രീതിയിൽ. ഓക്കെ, ഇങ്ങനെയുള്ള പേരുകളൊക്കെ ആ പാലത്തിൻ്റെ പേരാണ് കേട്ടോ. നെക്സ്റ്റ് അടുത്തായിട്ട് ഇതിൻ്റെ പേരാണ് എന്ത്, അടൽ സേതു എന്ന് നമ്മൾ ഷോർട്ടാക്കി പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാ പേരുകൾ, ഗ്രേറ്റ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്, അതേപോലെ തന്നെ ഔദ്യോഗിക നാമം ശ്രീ അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ് ഹാർബർ ലിങ്ക് എന്ന രീതിയിൽ. മൂന്നാമത്തെ പേര് ശിവരി നവശേവ ട്രാൻസ് ഹാർബർ ലിങ്ക്. നമുക്ക് ഏറ്റവും ഷോർട്ടായിട്ട് ഏത് പേര് പഠിച്ചു വെക്കാം, അതാണ് PSC പരീക്ഷകൾ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. ഒരുപക്ഷെ ഈ പേരുകളെല്ലാം ചോദിച്ചുകൊണ്ട് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ കൊടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പേരുകളൊക്കെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ എന്ത് പേര് പഠിച്ചു വെക്കാം, അടൽ സേതു എന്നാണ് അതിൻ്റെ ആൻസർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. കിട്ടിയല്ലോ. പിന്നെ അടുത്ത കാര്യം, ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലമാണിത്. ഓക്കെ, നദിക്ക് കുറുകെ ഉള്ള പാലത്തിന്റെ പേരാണ് ഭൂപൻ ഹസാരിക പാലം. ഭൂപൻ ഹസാരിക പാലം. ഓക്കെ, ഭൂപൻ ഹസാരിക പാലം എന്നാണ് ആ പാലത്തിന്റെ പേര്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു പേരുകൂടി മനസ്സിലാക്കി വെക്കണം. ആ പേരിന്റെ പേര് എന്ന് പറയുന്നത് 2 സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. ഒന്ന് ധോള, ഓക്കെ, അതായത് ആസാമിലെ ധോള, അതേപോലെ തന്നെ അരുണാചൽ പ്രദേശിലെ സാദിയ, ഈ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ പേര് ധോള സാദിയ പാലം. ഈ ധോള സാദിയ പാലം ആരുടെ പേരിൽ അറിയപ്പെടുന്നു, ആസാമിലെ പ്രധാനപ്പെട്ട സംഗീതജ്ഞനായിരുന്ന ഭൂപൻ ഹസാരികയുടെ പേരിൽ അറിയപ്പെടുന്നു. അതാണ് ഏത്, ഭൂപൻ ഹസാരിക പാലം അല്ലെങ്കിൽ ധോള സാദിയ പാലം. ഇതിലേതെങ്കിലും ഒരു പേരാണ് PSC പരീക്ഷയിൽ ചോദിക്കുക. ഓക്കെ, 2 സെയിം ആണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ആ രീതിയിൽ കാര്യം മനസ്സിലാക്കി വെച്ചോളാം.
നെക്സ്റ്റ് അടുത്തായിട്ട് നമ്മൾ ഈ പാലത്തിലേക്ക് വരുന്നു, അടൽ സേതുവിലേക്ക് വരുന്നു. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ 12ാമത്തെ കടൽ പാലമാണിത്. അപ്പോൾ ലോകത്തിലെ നീളം കൂടിയ 12ാമത്തെ കടൽ പാലമാണ് ഈ പാലം എന്ന് മനസ്സിലാക്കി വെച്ചോളാം. പിന്നെ അടുത്തായിട്ട് പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് 2018 ഏപ്രിലാണ്. അത്ര പ്രാധാന്യം നിങ്ങൾ അതിന് കൊടുക്കണ്ട. പക്ഷെ 2024 ജനുവരി 12 എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ആ ഡേറ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. 2024 ജനുവരി 12 പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നത്, ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആ പാലവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്, അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. കൃത്യമായിട്ട് ആ രീതിയിൽ ഓരോ ഫാക്റ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള ചോദ്യങ്ങളും എന്ത് ചെയ്യുക, ഇനിയുള്ള പരീക്ഷകൾ കടന്നു വരാട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ചോദ്യം നോക്കിക്കും. അതായത് ഈ രീതിയിലുള്ള ചോദ്യം കാണുന്ന നിങ്ങൾക്ക് ചുഴലിക്കാറ്റുകളും പേര് നൽകിയ രാജ്യങ്ങളും എന്ന രീതിയിലുള്ള ചോദ്യം നിങ്ങൾക്ക് പരിചയപ്പെടണം. കാര്യം കൃത്യമായിട്ട് ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ജസ്റ്റ് ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഞാൻ ഇവിടെ ചെറിയൊരു ജോഡി തരുന്നു. ആ ജോഡികളിൽ എന്ത് ചെയ്തോളണം, നിങ്ങൾ കൃത്യമായിട്ട് ഏതാണ് ജോഡി എന്ന് കണ്ടെത്തിക്കൊള്ളണം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെയുള്ള കാറ്റുകളുടെ പേരുകളൊക്കെ അങ്ങോട്ടേക്കുള്ള വീഡിയോസിൽ ചെയ്യും. ഇപ്പം നമ്മൾ ഇതിന്റെ ആൻസർ മാത്രം കണ്ടെത്തി പോവാണ്. ഇവിടെ ചുഴലിക്കാറ്റിന്റെ പേര് താനെ നിഷിയാണ്, പേര് നൽകിയത് മ്യാൻമാർ. തെറ്റാട്ടോ. ഇത് ഇന്ത്യ നൽകിയ പേരുകളാണ്. താനെ നിഷിയൊക്കെ ഇന്ത്യ നൽകിയ പേരുകളൊക്കെയാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ കാരണം. പിന്നെ അടുത്തായിട്ട് രശ്മി മാല ശ്രീലങ്ക പേര് നൽകിയ എന്നുള്ളത് പറയുന്നു. തെറ്റാണ്. ഓക്കെ, ആ ഓപ്ഷനും തെറ്റാണ്. ശ്രീലങ്ക അല്ല ആ പേര് നൽകിയ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ വാർദ ജവാദ് സൗദി അറേബ്യ പേര് നൽകിയ എന്നുള്ളതും തെറ്റാണ്. ഇതും പേര് നൽകിയ ഇന്ത്യ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഇതിന്റെ ആൻസർ ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് ഹാനൂസ് നിവർ എന്നുള്ള 2 പേരുകൾ നൽകിയിരിക്കുന്നത്. അത് ആ സമയത്ത് ഒരു ട്രെൻഡിങ് സംഭവമായിരുന്നു, കാറ്റുകളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ സമയത്ത് ചോദിക്കാൻ കാരണം. അപ്പോൾ ആ രീതിയിൽ ഏത് മനസ്സിലാക്കി വെക്കാം, ഇറാനാണ് പേര് നൽകിയിരിക്കുന്നത് ഹാനൂസ് നിവർ എന്നുള്ള ഒരു കാറ്റിന്റെ എന്നുള്ള 2 കാറ്റുകളുടെ പേരുകൾ. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ കാറ്റ് മാത്രം ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മറ്റുള്ള വീഡിയോസിൽ ഈ കാറ്റുകളെ കുറിച്ച് പരിചയപ്പെടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക എന്നാണ് ചോദ്യം. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം എന്താ ഭൂസ്ഥിര ഉപഗ്രഹം എന്ന രീതിയിലൊക്കെ നമുക്ക് പരിചയപ്പെടാട്ടോ. ഓക്കെ, ആദ്യം ഇതിൻ്റെ അകത്തുള്ള ഓപ്ഷൻസ് എന്തെല്ലാം നോക്കാം നമുക്ക്. അതായത് സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ് എന്നാണ് ഒന്നാമത്തെ വസ്തുത പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ വസ്തുത നോക്കി. ഭൂഗർഭജലം, പ്രകൃതി വിഭവങ്ങള്, ഭൂവിനിയോഗം എന്നീ വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യമാണ് രണ്ടാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വിവരശേഖരണത്തിനാണെന്നാണ് കേട്ടോ. വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്നു എന്ന രീതിയിൽ. ഓക്കെ, പിന്നെ സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് 900 കിലോമീറ്റർ ഉയരത്തിലാണ്. 900 കിലോമീറ്റർ ഉയരത്തിലാണ് മൂന്നാമത്തെ പ്രസ്താവന. നാലാമത്തെ പ്രസ്താവന നോക്കിയേ. വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലാണ് അടുത്തായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതൊക്കെയാ വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിന് പ്രയോജനപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസേഴ്സ് പറഞ്ഞിരിക്കുന്നത് ഈ രീതിയിലാണ്. അതായത് എ എന്ന് പറയുന്നത് 1ഉം 4ഉം, ബി എന്ന് പറയുന്നത് 3 മാത്രം എന്ന രീതിയിൽ, സി എന്ന് പറയുന്നത് 1ഉം 2ഉം എന്ന രീതിയിൽ, ഡി എന്ന് പറയുന്നത് 2ഉം 3ഉം എന്ന രീതിയിൽ. നമുക്കിതിന്റെ ആൻസർ എന്ന് പരിശോധിച്ചാലോ? നോക്കിക്കോ, ഈ പിക്ചറിലൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം എന്താണ് ഭൂസ്ഥിര ഉപഗ്രഹം, അതേപോലെ തന്നെ സൗരസ്ഥിര ഉപഗ്രഹം എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഇതാ കണ്ടില്ലേ, ഇതാ ഈ രീതിയിലാണ് ആ പിക്ചർ പെട്ടെന്ന് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. അതായത് ഇതിനെ ഒരു ഭൂമിയായിട്ട് നിങ്ങൾ കരുതുകയാണെങ്കിൽ ആ ഭൂമിയിൽ നിന്ന് കുറച്ച് ഇവിടെ നിന്നിട്ടൊരു ഉപഗ്രഹം നമ്മുടെ ഭൂമിയിലെ വിവരം ശേഖരിക്കുകയാണെങ്കിൽ, ഓക്കെ, അത് ഭൂമിയുടെ ഭ്രമണ വേഗതയ്ക്ക് അനുസരിച്ച് കറങ്ങുകയാണെങ്കിൽ അത്തരം ഉപഗ്രഹങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഭൂസ്ഥിര ഉപഗ്രഹം. കിട്ടിയല്ലോ? അതായത് ഭൂമിയിൽ നിന്ന് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഭൂമിയിലെ സ്ഥിരമായിട്ടുള്ള ഒരു പ്രദേശത്തിന്റെ വിവരം ശേഖരിക്കുകയാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇതാ നിങ്ങൾക്ക് ഈ രീതി കാണാൻ പറ്റുന്ന ഇതാണ് ഏത് ഭൂസ്ഥിര ഉപഗ്രഹമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് മറ്റൊരു ഉപഗ്രഹവും കൂടി ഉണ്ട് കേട്ടോ. ഇതാ ഈ രീതിയിൽ, അതായത് ധ്രുവപ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ഉപഗ്രഹം എന്ത് ചെയ്യുന്നു? കൃത്യമായി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് ഭൂമിയാണ്, ഈ കറങ്ങുന്ന ഉപഗ്രഹമാണ്. അങ്ങനെ ധ്രുവപ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കറങ്ങുന്ന ഒരു ഉപഗ്രഹമുണ്ട്. അതിന്റെ പേരാണ് സൗരസ്ഥിര ഉപഗ്രഹം. ഓക്കെ, അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചോളൂ. ആ സൗരസ്ഥിരം എന്ന് പറയുന്നത് ഭൂമിയുടെ അടുത്താണ് ഉണ്ടാവുക. ഓക്കെ, സൗരസ്ഥിരം ഭൂമിയുടെ അടുത്തൂടെ ഇങ്ങനെ കറങ്ങുക ചെയ്യുക. ഇനി ഭൂസ്ഥിരം എന്ന് പറയുന്നത് കുറച്ച് നല്ലോണം അകലത്തിലാണ് ഉണ്ടാവുക. ഓക്കെ, കണ്ടില്ലേ, ഇത് കുറച്ച് നല്ലോണം അകലത്തിലൂടെ കറങ്ങി പോകുന്നില്ലേ? ഇത് കണ്ടോ, കുറച്ച് അടുത്തൂടെ കറങ്ങി പോകുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ഈ കാണുന്നത്.
ഓക്കെ, പോൾസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അടുത്ത് കറങ്ങുന്നതാണ് ഈ സൗരസ്ഥിര ഉപഗ്രഹം. ഭൂസ്ഥിരം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അകലത്തിലാണ്. ഓക്കെ, ഇനി ഒരു സ്ഥലത്ത് നിന്ന് സ്ഥിരമായിട്ടുള്ള വിവരശേഖരണം നടത്തുകയാണെങ്കിൽ അതല്ലേ നമ്മുടെ ഭൂമിയിലുള്ള ഒരു പ്രദേശത്തിലുള്ള ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാൻ ഉപയോഗിക്കും നമ്മൾ, അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അതിന്റെ ആൻസർ കണ്ടെത്താൻ നോക്കാം. ആൻസർ എന്താ നോക്കിയത് നിങ്ങൾ? ഇതാ കാര്യം നോക്കാം. സഞ്ചാരപഥം, അത് ഏതിന്റെ പ്രത്യേകത ഇവിടെ കിട്ടേണ്ടത്? ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകത കിട്ടേണ്ടത്, അല്ലെ? ആ ഭൂസ്ഥിരാണെങ്കിൽ സഞ്ചാരപഥം എത്രയാണ്? അകലം കൂടുതലാണ്. അപ്പൊ ഇതിന്റെ അകത്ത് 36,000 ആണോ 900 ആണോ? ഓക്കെ, 900 എന്ന് പറഞ്ഞാൽ അടുത്തല്ലേ, അപ്പൊ ഇതല്ല, ഇതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റൂലേ? അപ്പൊ 36,000 കിലോമീറ്റർ അകലെയാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ ഒന്നാമത്തെ പ്രസ്താവനയിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയായിട്ട് അത് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദിനാന്തരീക്ഷ സ്ഥിതി ഒരു നിശ്ചിത സ്ഥലത്ത് കൃത്യമായിട്ട് നിൽക്കുകയാണെങ്കിൽ എന്ത് കണ്ടെത്താൻ പറ്റും? അവിടെയുള്ള ദിനാന്തരീക്ഷ സ്ഥിതി അല്ലെങ്കിൽ കാലാവസ്ഥ കണ്ടെത്താൻ പറ്റും. ആ രീതിയിൽ നമ്മളെ ഭൂമിയിലേക്ക് നമുക്ക് ഒരു സാറ്റലൈറ്റ് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ വാർത്താവിനിമയത്തിന് ഉപയോഗിക്കുന്നില്ല. അത്തരത്തിലുള്ള വാർത്താവിനിമയ ഉപഗ്രഹങ്ങളൊക്കെ ഏതിലാണ് വരുന്നത്? ഭൂസ്ഥിരത്തിലാണ് വരുന്നത്. അപ്പം ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ ഒന്നാമത്തെയും നാലാമത്തെയും പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവന എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അത് സൗരസ്ഥിര ഉപഗ്രഹമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഭൂഗർഭജലം, പ്രകൃതി വിഭവങ്ങള്, ഭൂവിനിയോഗം എന്നീ വിവരങ്ങൾ ശേഖരീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാ? സൗരസ്ഥിര ഉപഗ്രഹമാണ്. ഇത് സൗരസ്ഥിര ഉപഗ്രഹമാണ്. അതേപോലെ സഞ്ചാരപഥം 900 കിലോമീറ്റർ അകലെ അങ്ങനെ പറയുന്നതും ഏത് തന്നെയാണ്? സൗരസ്ഥിരം തന്നെയാണ്. ഇങ്ങനെയുള്ള കാര്യം കണക്ട് ചെയ്ത് വെച്ചോളാം. ഓക്കെ ആണോ? അപ്പം ആ ക്വസ്റ്റ്യൻ അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു. നമ്മൾ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ശരിയായ ജോഡി ഏതെന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഓപ്ഷൻസിൽ ഇതൊക്കെയുള്ളത്. മാനസ്, സുബൻസിരി, അതാണ് ഒന്നാമത്തെ ഓപ്ഷന്. രണ്ടാമത്തെ ഓപ്ഷൻ ഗോമതി ടീച്ച. മൂന്നാമത്തെ ഓപ്ഷൻ സോൺ ലോഹിത്. നാലാമത്തെ ഓപ്ഷൻ വരുന്നത് ഗാഗ്ര ലോഹിത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കണ്ടെത്തേണ്ടത് എന്താ? ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ ശരിയായ ജോഡി ഏത്? ഓക്കെ, ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഇതാ. നമ്മളെ ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ നോക്കിക്കോ. ഫസ്റ്റ് വൺ ദിബാങ്. എന്താണ്? ദിബാങ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് ലോഹിത്. ഓക്കെ, ലോഹിത്. നെക്സ്റ്റ് അടുത്തായിട്ട് സുബൻസിരി. ഏതാണ്? സുബൻസിരി. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് അടുത്ത പോഷക നദി മനാസ്. ഓക്കെ, അടുത്തായിട്ട് പ്രധാനപ്പെട്ട പോഷക നദി അതാണ് ടീസ. ഇതാണ് പ്രധാനപ്പെട്ട പോഷക നദി. ഓക്കെ, പ്രധാനപ്പെട്ട പോഷക നദികൾ എന്ന് മനസ്സിലാക്കി വെക്കുക. പ്രധാനപ്പെട്ട പോഷക നദികൾ മാത്രം, ഇത് മാത്രമല്ല ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ. ഒരിക്കലും ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ 5 എന്ന് പറയരുത്. 5 പ്രധാനപ്പെട്ടവ. ഓക്കെ, അതിൽ നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഏതൊക്കെയാന്ന് നോക്കിക്കോ. ഇത് ഒന്നാമത്തേല് മനാസ് എന്നും മനാസ് എന്നൊക്കെ പറയാട്ടോ. ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് എന്ന സമയത്തുള്ള വ്യത്യാസങ്ങളൊക്കെയാണ്. മനാസ് എന്നുള്ള പേരൊക്കെ സെയിം തന്നെയാണ്. ഓക്കെ, അപ്പൊ മാനസ് ഉണ്ട്, സുബൻസിരി ഉണ്ട്, 2 പോഷക നദിയായിട്ടുണ്ട്. പിന്നെ ഗോമതി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഗോമതി എന്ന് പറയുന്നത് ഗംഗയുടെ പോഷക നദിയാണ്. ഗോമതി ഗംഗയുടെ പോഷക നദിയാണ്. അപ്പൊ അത് വരില്ല. ടീശ വരുന്നുണ്ടോ? ടീശ വരുന്നുണ്ട്. ഓക്കെ, സോണ് വരുന്നുണ്ടോ? ഇല്ല കേട്ടോ, സോണ് വരില്ല. സോൺ എന്ന് പറയുന്നത് അത് ഗംഗയുടെ പോഷക നദി തന്നെയാണ്. ഓക്കെ, ലോഹിത് എന്ന് പറയുമ്പോൾ ലോഹിത് വരുന്നുണ്ട്. അതേപോലെ ഗാഗ്ര എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഗംഗയുടെ പോഷക നദിയാണ്. അതും വരൂല. അപ്പൊ ലോഹിത്ത് അടുത്തേലും വന്നിട്ടുണ്ട്. അപ്പൊ ലോഹിത്ത് വന്നുകൊണ്ട് തന്നെ അത് കറക്റ്റ് ആണ്. പക്ഷെ ഇതിന്റെ അകത്ത് ശരിയായ ജോഡി എന്ന് ചോദിക്കുന്ന സമയത്ത് അപ്പൊ ആൻസർ ആയിട്ട് എന്ത് മനസ്സിലാക്കി വെച്ചോളണം? ആൻസർ എ എന്ന് മനസ്സിലാക്കി വെച്ചോളണം. എ എന്ന് പറയുന്നത് മാനസും സുബൻസിരിയും. ഓക്കെ, ഇത് രണ്ടും ഏതിന്റെ പോഷക നദിയാണ്? ഇത് രണ്ടും ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. അപ്പൊ ശരിയായുള്ള ജോഡി എ ആണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. കിട്ടിയോ? അടുത്ത കാര്യം, കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതൽ ഉള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏതെന്നാ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിൻ്റെ അകത്ത് ആൻസേഴ്സ് ആയിട്ട് ഒറീസ, ബീഹാർ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്. ഓക്കെ, ഇതാണ് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതായത് നിങ്ങൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, എന്തിൻ്റെ അളവാണ് ചോദിക്കുന്നത്? കൽക്കരി അല്ലേ? ഏറ്റവും കൂടുതൽ കൽക്കരി അല്ലേ ചോദിക്കുന്നത്? കൽക്കരിയെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റുന്ന സമയത്ത് ചാർക്കോൾ എന്ന് പറയാൻ പറ്റില്ലേ? ചാർക്കോൾ എന്ന് പറയുന്നില്ലേ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ? അങ്ങനെയാണെങ്കിൽ ചാർക്കോൾ ജാർഖണ്ഡ് എന്ന് കണക്ട് ചെയ്യാൻ പറ്റൂ. ചാർക്കോൾ ജാർഖണ്ഡ്.
ഓക്കെ, ആ രീതി കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഓപ്ഷനിൽ നിന്ന് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ കണക്ഷൻ ഒന്ന് കിട്ടിയാൽ മതി, പ്രാസം ഒന്ന് ഒപ്പിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ആൻസർ ഏത് കിട്ടി നിങ്ങൾക്ക്? ഡി എന്നുള്ള കാര്യം കിട്ടി. ഓക്കെ, ഈ രീതിയിലാണ് ആ ചോദ്യത്തിന്റെ ആൻസർ കണ്ടെത്തുന്നത് കേട്ടോ. ഇതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക. എപ്പോഴും PSC കൊടുക്കുന്ന ചോദ്യമാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് ചാറിയ. ഏതാണ്? ചാറിയ. ജാറിയ എന്ന രീതിയിലൊക്കെ കൊടുക്കാറുണ്ട്. ചാറിയാന്നോ ജാറിയാന്നോ ഒക്കെ കൊടുക്കാറുണ്ട്. ആ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. അതേപോലെ ഇന്ത്യയിൽ ആദ്യമായി കൽക്കരി ഖനനം ചെയ്ത സ്ഥലത്തിന്റെ പേരാണ് റാണിഗഞ്ച്. വെസ്റ്റ് ബംഗാളിലാണ് റാണിഗഞ്ച് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി കൽക്കരി ഖനനം ചെയ്ത റാണിഗഞ്ച് എന്നും ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം എന്ന് പറയുന്നത് ജാർഖണ്ഡിലെ ജാരിയ അല്ലെങ്കിൽ ജാറിയ. കിട്ടിയല്ലോ? ഇത്രയും വസ്തുതകൾ ആ ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെച്ചോളാം. കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡക്കാൻ ട്രാപ്പ് മേഖല. ഡക്കാൻ ട്രാപ്പ് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട് ഇന്ത്യയിൽ. ഓക്കെ, എന്താന്ന് പരിചയപ്പെടാം. ഡക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പ്രസ്താവന. ഇതാണ് മെസോസോയിക് കാലഘട്ടത്തിൽ പ്രാഥമികമായി രൂപപ്പെട്ട അവശിഷ്ട പാറകൾ ചേർന്നതാണ്. ഇനി ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ പ്രവിശ്യയാണ്. ഓക്കെ, അടുത്ത കാര്യം ഹിമാലയൻ ഒറോജനി സമയത്ത് രൂപം കൊണ്ട മടക്കിയ പർവ്വതങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് തൃതീയ കാലഘട്ടത്തിലെ സമുദ്രാതിർത്തികൾ മൂലം രൂപപ്പെട്ട ഒരു തീരപ്രദേശമാണിത്. ഇങ്ങനെയൊക്കെയാണ് പ്രസ്താവന വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങൾ പരിചയപ്പെട്ട കാര്യം എവിടെയാണ് ആ ഡക്കാൻ ട്രാപ്പ് മേഖല എന്നുള്ള കാര്യം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുന്നു. അതായത് ഇന്ത്യയുടെ തെക്കു ഭാഗം എന്ന് പറയുന്നത് ഈ ഭാഗമല്ല, ഇന്ത്യയുടെ തെക്കു ഭാഗം എന്ന് പറയുന്ന ആ പ്രദേശം. ഓക്കെ, ആ ഭാഗത്തായിട്ട് ഒരു പീഠഭൂമിയുണ്ട്. ഈ പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയിലായിട്ട് ആ സത്പുര മലനിരകൾക്ക് തെക്കായിട്ട് ഓക്കെ ഇങ്ങനെ ഒരു പീഠഭൂമിയുണ്ട്. ഇതിൻ്റെ പേരാണ് എന്ത്? ഡക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ഇതാന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ല? ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയുടെ പേരാണെന്ത്? ഡക്കാൻ പീഠഭൂമി എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. ആ ഡക്കാൻ പീഠഭൂമിയുടെ ഈ ഭാഗം ഓക്കെ, ഈ ഭാഗം എന്ന് പറയുമ്പോൾ അത് ഏത് ദിക്കിലായിട്ട് വരും? ഓക്കെ, ആ ദിക്കെന്ന് പറയുന്നത് ഇതാ ഈ ദിക്കല്ലേ? ഓക്കെ, അതായത് ഈ ദിക്കെന്ന് പറയുന്നത് വടക്കാണ്, ഈ ദിക്കെന്ന് പറയുന്നത് പടിഞ്ഞാറാണ്. അപ്പോൾ ഡക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡക്കാൻ ട്രാപ്പ് മേഖല. ഓക്കെ, ഒരു ട്രാപ്പിലായ മേഖല എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്താൽ മതി കേട്ടോ. ഇതാണ് ഡക്കാൻ ട്രാപ്പ് മേഖല, ട്രാപ്പിലായ മേഖല. എങ്ങനെയാണ് ട്രാപ്പിലായത്? അതായത് നമ്മുടെ ഹിമാലയൻ രൂപീകരണം നടന്നിട്ടില്ലേ? ഫലകങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് ആ കൂട്ടിയിടിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ മധ്യഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? വലിയൊരു പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ലാവ ഒഴുകിയിട്ടുള്ള ഒരു ഭൂമി ഇവിടെയുണ്ട്. ഓക്കെ, ആ കൂട്ടിയിടിക്കൽ നടന്ന സമയത്ത് ഒരു ലാവ ഒഴുകിയിട്ടുണ്ടായിട്ടുള്ള ഒരു ഭൂമിയുണ്ട്. അതിൻ്റെ പേരാണ് ഡക്കാൻ ട്രാപ്പ് മേഖല. ഓക്കെ, ആ രീതിയിൽ അഗ്നിപർവ്വതം സംഭവിച്ച മേഖലയാണ് ഡക്കാൻ ട്രാപ്പ് മേഖല എന്ന് മനസ്സിലാക്കി വെക്കുക. അത് രൂപം കൊണ്ട കാലഘട്ടം മനസ്സിലാക്കി വെച്ചുകൊള്ളണം. അത് ക്രറ്റേഷ്യസ് കാലഘട്ടത്തിലാട്ടോ. ഓക്കെ, ക്രറ്റേഷ്യസ് അല്ലെങ്കിൽ ക്രിറ്റേഷ്യസ് കാലഘട്ടം എന്നാ പറയാം. ഓക്കെ, ഒന്നുമില്ല, അത് 65 ദശലക്ഷം വർഷങ്ങൾക്കും 135 ദശലക്ഷം വർഷങ്ങൾക്കും ഇടയിലാണ്. ചെറുതായിട്ട് ഏകദേശ കണക്കാണ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ആ കാലഘട്ടം എന്ന് പറയുന്നത് ഈ ദിനോസറുകളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. ആ രീതിയിലുള്ള ക്രറ്റേഷ്യസ് കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ആ കാലഘട്ടത്തിലാണ് ഡക്കാൻ ട്രാപ്പ് മേഖല രൂപം കൊണ്ടത് എന്നുള്ള രീതിയിലുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. PSCയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ആ രൂപം കൊണ്ട കാലഘട്ടത്തിൻ്റെ പേരാണെന്ത്? ക്രറ്റേഷ്യസ് കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് അവിടെ വലിയൊരു അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായത്, അതേപോലെ തന്നെ അവിടെ ലാവ ഒഴുകിയത്. അങ്ങനെയാണ് ആ മേഖലയെ എന്ത് വിളിക്കുന്നത്? ഡക്കാൻ ട്രാപ്പ് മേഖല എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആൻസർ ഏതാണെന്ന് പിടികിട്ടിയല്ലോ നിങ്ങൾക്ക്? അത് ക്രറ്റേഷ്യസ് കാലഘട്ടത്തിലാണ് എന്ന രീതി പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ പരിശോധിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? നോക്കിയാൽ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ കറുത്ത മണ്ണ്, സെക്കൻഡ് ഓപ്ഷൻ എക്കൽ മണ്ണ്, തേർഡ് ലാറ്ററൈറ്റ്, ലാസ്റ്റ് ഓപ്ഷൻ ചുവന്ന മണ്ണ്. ഓക്കെ, ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, പരുത്തി കൃഷി എന്ന് പറയുമ്പോൾ അത് കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രദേശം ഓക്കെ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വരച്ച പിക്ചറിൽ തന്നെ ആ കാര്യം ഞാൻ
രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ കണ്ട ആ ഡക്കാൻ ട്രാപ്പ് മേഖലയിൽ, ഇതാ ഡക്കാൻ ട്രാപ്പ് മേഖല, അവിടെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് കേട്ടോ. അതായത് മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങൾ ഇവിടെ കാണാം നിങ്ങൾക്ക്. ഇവിടെയായിട്ട് മഹാരാഷ്ട്ര എന്നുള്ള സംസ്ഥാനമൊക്കെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ആ ഭാഗത്തൊക്കെയാണ് മെയിനായിട്ടും ഡക്കാൻ ട്രാപ്പ് മേഖല ഉൾപ്പെടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടിക്കൊള്ളണം? ആ ഭാഗത്ത് ലാവ ഒഴുകിയതിൻ്റെ ഭാഗമായിട്ട് എന്ത് മണ്ണുണ്ടായിട്ടുണ്ട്? കറുത്ത മണ്ണുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് മനസ്സിലാക്കി വെക്കുക? കറുത്ത മണ്ണിലാണ് പരുത്തി കൃഷി നന്നായിട്ട് വിളയാം. അപ്പോൾ ഈ മണ്ണിനെ നമുക്ക് പരുത്തി മണ്ണ് എന്ന രീതിയിലൂടെ വിളിക്കട്ടോ. അപ്പോൾ കറുത്ത മണ്ണ്, പരുത്തി മണ്ണ്, കറുത്ത പരുത്തി മണ്ണ് എന്ന രീതിയിലൊക്കെ വിളിക്കുന്ന മണ്ണാണ്. അപ്പം കാര്യം കിട്ടിയല്ലോ. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറുത്ത മണ്ണ്, ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഈ രീതിയിലുള്ള മഹാരാഷ്ട്ര സംസ്ഥാനത്ത് നിന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. സിമ്പിളല്ലേ? നേരത്തെ കണക്ട് ചെയ്ത ആ കാര്യങ്ങൾ തന്നെ ഈ കാര്യങ്ങളിലേക്ക് വന്നാൽ മതി. കിട്ടിയോ? നെക്സ്റ്റ്, ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്യുന്ന ആ പ്രദേശം, ഇതാ ബ്ലാക്ക് സോയിൽ കാണപ്പെടുന്ന ആ പ്രദേശം, ഇത്രയും പ്രദേശങ്ങളൊക്കെ ആയിട്ടാണ് മാപ്പിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതായത് ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെയാണ് കറുത്ത മണ്ണ് കാണപ്പെടുന്നത് കേട്ടോ. ഇതാ കണ്ടില്ലേ? ഏകദേശം ഇന്ത്യയുടെ മാപ്പ് വരച്ചിട്ട് ആ രീതിയിലേക്കൊന്ന് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇന്ത്യയിലെ മണ്ണിനങ്ങളിൽ ബ്ലാക്ക് സോയിൽ കാണപ്പെടുന്നത് എവിടെയാണെന്നുള്ളത് കിട്ടി. നെക്സ്റ്റ്, അടുത്തായിട്ടുള്ള ചോദ്യം പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻസ് ഏതൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തത് പുറന്തോട്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മാൻഡിലാണ്, മാൻഡിൽ. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആന്തര അകക്കാമ്പ്. നാലാമത്തെ ഓപ്ഷൻ ബാഹ്യ അകക്കാമ്പ്. ഇങ്ങനെ നമ്മൾ 4 ഓപ്ഷൻസ് പരിചയപ്പെടുന്നതിൻ്റെ അകത്ത് എവിടെയാണ് ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നത് എന്ന രീതിയിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് നമ്മുടെ ഭൂമിയുടെ ഉള്ളറയെ നമുക്ക് ഈ രീതിയിൽ തരംതിരിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഭൂമിയുടെ ഉള്ളറയെ 4ആയി തരംതിരിക്കാൻ പറ്റും. ഓക്കെ, ഒന്നാമത്തെ ഭാഗം ഏറ്റവും പുറത്തുള്ള ഒരു കനം കുറഞ്ഞിട്ടുള്ള ഭാഗം, അതായത് മുട്ടത്തോട് പോലെയൊക്കെ കിടക്കുന്ന രീതിയിലെ കട്ടി കുറഞ്ഞ ഭാഗമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഈ ഭാഗത്തെയാണ് നമ്മൾ ഭൂവൽക്കം എന്ന് പറയുന്നത്. ഓക്കെ, ഭൂവൽക്കം എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ പ്രകാരം നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താ കൊടുത്തിട്ടുള്ളത്? പുറന്തോടെന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ല. അപ്പോൾ പുറന്തോട് എന്നുള്ള പറയുന്നതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്നത്. ഇതാണ് പുറന്തോട്. രണ്ടാമത്തെ ഭാഗത്തിന്റെ പേരാണെന്ത്? മാൻഡിൽ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഈ ചുവന്ന ഈ കളർ കാണുന്നതാണ് ഇത് മാൻഡിൽ എന്ന് പറയുന്നത്. പിന്നെ അടുത്തായിട്ട് രണ്ടെണ്ണം കാമ്പാണ്. കാമ്പിന്റെ ഭാഗമായിട്ട് ഇത് പുറക്കാമ്പും ഇത് അകക്കാമ്പും. ഇങ്ങനെയാണ് ഭൂമിയുടെ ഉള്ളറ കിടക്കുന്നത്. ഓക്കെ, ആ ഭൂമിയുടെ ഉള്ളറയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഭാഗം ഏതാ? ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത്? മാൻഡിലാണ്. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭാഗവും ഏത് തന്നെ മനസ്സിലാക്കി വെക്കുക? മാൻഡിലാന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് നിങ്ങൾ ഏത് മനസ്സിലാക്കി വെക്കുക? മാൻഡിൽ എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ആൻസർ. കിട്ടി? സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ആ പിക്ചർ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പല കാര്യങ്ങളും ഈ രീതിയിൽ ജോഗ്രഫിയിൽ പിക്ചറൊക്കെ മനസ്സിലാക്കി വെച്ചാൽ പെട്ടെന്ന് മനസ്സിലേക്ക് പതിഞ്ഞോളും. ഓക്കെ, ആ രീതിയിലൊന്ന് മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം. ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അത് ഏത് ഭാഗത്ത് വരുന്നു എന്നൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് വരച്ചൊക്കെ പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലേക്ക് പതിയും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഫാക്ടറാണ് പരിചയപ്പെട്ടു പോയിട്ടുള്ളത്. കൃത്യമായിട്ട് ഈ ചോദ്യങ്ങൾ തന്നെ ആവർത്തിക്കാം, അല്ലെങ്കിൽ കണക്റ്റഡ് ഫാക്റ്റ് ഒക്കെ ആവർത്തിക്കാം. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചോളാം. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്